എടി നീ എന്താ പുള്ളിയോട് പറയാൻ പോകുന്നേ? കല്യാണത്തിന് എന്നെ കിട്ടില്ലെന്ന്, താൻ ഇതിൽ നിന്ന് ഒഴിവായി തരണമെന്ന്. ഇതെങ്ങാണ് അച്ഛനറിഞ്ഞാ ഉണ്ടല്ലോ, നിന്നെയും വെച്ചേക്കത്തില്ല, കൂടെ വന്ന് എന്നെയും വെച്ചേക്കത്തില്ല. എടി ചേച്ചി, നിനക്കറിയാവുന്നതല്ലേ എൻ്റെ ആഗ്രഹങ്ങളെ പറ്റി. ഇപ്പോൾ ഒരു കല്യാണത്തിന് തല വെച്ച് കൊടുത്താൽ അതൊന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞിട്ടായാലും നിനക്ക് നിന്റെ പാഷൻ നോക്കിക്കൂടെ? ഇന്നലെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ നീയും കണ്ടതല്ലേ അയാളുടെ മട്ടും ഭാവവും. കണ്ടാലേ അറിയാം ഒരു മാമ ബോയ് ആണെന്ന്. നേരെ വണ്ണം സംസാരിക്കാൻ പോലും അറിയില്ല. ഇങ്ങനെ ഒരാളുമായി ഞാൻ എങ്ങനെയാ സെറ്റ് ആവുന്നത്? എനിക്കറിയില്ല ഇതെന്താവുന്നു. നീ എന്തായാലും പോയിട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യാം. മാഡം, ഓർഡർ. ഒരാളും കൂടെ വരാനുണ്ട്, വന്നിട്ട് പറയാം. ഓക്കെ. ഹായ്. ഹായ്, ഇരിക്കി. തന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നപ്പോഴാണ് താൻ ഇങ്ങോട്ട് വിളിച്ചത്. ആണോ? ലേ വീണ്ടും കാണുമോ പറയാനായിട്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ലോണം സംസാരിക്കാൻ പോലും പറ്റിയില്ല. മൊത്തം റിലേറ്റീവ്സ്, കുട്ടികൾ, ബഹളം. എൻ്റെ കയ്യിൽ നിന്ന് പോയി. സോറി, ഞാൻ ആളൊരു ഷൈ ടൈപ്പാണ്. അല്ല, വീണ്ടും കാണുമ്പോഴെന്ന് പറയാൻ ഈ കല്യാണാലോചനയ്ക്ക് മുന്നേ ആകാശിനെ അറിയായിരുന്നോ? ലേക്ക് എന്നെ ഓർമ്മയില്ലേ? സ്കൂളിൽ ലേ എൻ്റെ ജൂനിയറായിരുന്നു. സോറി, ഞാൻ ഓർക്കുന്നില്ല. അത് കുഴപ്പമില്ല, കൂടെ പഠിച്ചവർക്ക് എന്നെ ഓർമ്മയാണ് വഴിയില്ല. അന്നൊക്കെ എല്ലാ പ്രോഗ്രാമിലും ലേ ഭയങ്കര ആക്റ്റീവ് അല്ലായിരുന്നു. അന്നേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പറയാനുള്ളൊരു പേടി കാരണം അതാ ജോലിയൊക്കെ മേടിച്ചിട്ട് വീട്ടുകാർ വഴി മൂവ് ചെയ്യാന്നായിരിക്കും. അമ്മയ്ക്ക് തന്നെ കണ്ടപ്പോഴും ഒരുപാട് ഇഷ്ടമായി. ലേക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല ക്രേസ് ഉണ്ടല്ലേ? ആ, എങ്ങനെ അറിയാം? ഇന്നലെ റൂമിൽ ഞാൻ കുറേ ഫോട്ടോസ് കണ്ടിരുന്നു. അതൊക്കെ ലേ എടുത്തല്ലേ? അതെ, ഫോട്ടോഗ്രാഫി എൻ്റെ പാഷനാ. നന്നായിട്ടുണ്ട്. പിന്നെന്താ സീരിയസ് ആയിട്ട് നോക്കായിരുന്നേ? അത് അച്ഛൻ. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായി വിട്ടുകളായിരുന്നു. പണ്ട് സുലുവിന് ന്യൂസ് റിപ്പോർട്ടർ ആണോന്നായിരുന്നു ആഗ്രഹം. സുലുവോ? അതാരാ? സുലു എൻ്റെ അമ്മയാ, സുലോചന. ഞാൻ സുലു എന്നാണ് വിളിക്കാറ്. അമ്മയ്ക്ക് 20 വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് 4 വയസ്സ് ആകാറായപ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ വീട്ടിലെ പ്രാരാബ്ധവും കടങ്ങളും അമ്മയുടെ ആഗ്രഹം പയ്യങ്ങ് മറന്നു. അതെനിക്ക് എപ്പോഴും വിഷമമുള്ളൊരു കാര്യമായിരുന്നു. താൻ ലോക്കൽ ചാനലിലെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? അതിൽ 6 മണിക്ക് ന്യൂസ് വായിക്കുന്നത് ഇപ്പം അമ്മയാണ്. ആണോ? അത് കൊള്ളാം. സുലനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. പക്ഷെ ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ, താനെന്തോ പറയണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ മുഴുവൻ ഞാനാണല്ലോ. എന്തോന്ന് വെച്ചാൽ പറഞ്ഞു. അത് പറയടോ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ദേ വരുവാ. സാർ, ഓർഡർ ഒന്നുമില്ല. നമ്മൾ കപ്പിൾസിന് വേണ്ടി ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ലവ് സോഡ. എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ട്രൈ ചെയ്യാം. ചേച്ചിയുമായിട്ടാണ് വന്നത്. ചേച്ചി പുറത്ത് വെയിറ്റ് ചെയ്യാം, ചെന്നിട്ട് വിളിക്കാം.